മമതാ ബാനർജിയുടെ സമയമാണ് സമയം. അമ്മയ്ക്ക് അഷ്ടമത്തിൽ ശനിയും വ്യാഴം 12-ലും നിൽക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്താലും അത് പുലിവാലായിട്ടേ കലാശിക്കുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരിച്ചു വരും എന്നാണ് അവർ ധരിച്ചത്. നമ്മുടെ നാട്ടിലെ നിരീക്ഷകരും നിരൂപകരും ഒക്കെ അങ്ങനെ തന്നെയാണ് ധരിച്ചത്. ദോഷം പറഞ്ഞതല്ലോ. ഞാൻ പോലും വിചാരിച്ചത് തൃണമൂൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തോടിട്ട് പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ തിരിച്ചെത്തും എന്നാണ്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. അധികം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബംഗാളികൾ മമതയുടെ കാലുവാരി. അത് SIR നടത്തിയതുകൊണ്ടാണ് എന്ന് ആദ്യം നമ്മൾ വിചാരിച്ചു. പിന്നീട് അല്ല എന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ SIRൽ പുറത്തു പോയിട്ടുള്ളത് 63% ഹിന്ദുക്കളും ബാക്കി മാത്രം മുസ്ലിങ്ങളുമാണ്. അപ്പോൾ അതല്ല കാരണം. പോളിംഗ് അതിഭയങ്കരമായ പോളിംഗ് ആയിരുന്നു. നമ്മുടെ പറമ്പിൽ പണിക്ക് നിൽക്കുന്ന തൊഴിലാളികളടക്കം ബംഗാളിൽ വോട്ട് ചെയ്യാൻ പോയി. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകളും ഇത്തവണ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ അവിടെ പോയി എന്ന് മാത്രമല്ല, ബംഗാളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പോളിംഗാണ് നടന്നത്. അപ്പോൾ വോട്ടർ പട്ടികയുടെ തകരാറുകൊണ്ടല്ല. പിന്നെ നമുക്ക് സംശയിക്കാവുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. അവിടെയും കാര്യമായ പരാതിയൊന്നും ഇതുവരെ ഉയർന്നു കേട്ടില്ല. പിന്നെ ഒരേ ഒരു കാരണമേ ബാക്കിയുള്ളൂ. അതായത് ജനങ്ങൾ, പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ, നായാടി മുതൽ നമ്പൂരി വരെ ഉള്ള വിഭാഗങ്ങളെല്ലാം ഈ സ്ത്രീയുടെ ഭരണം ഇതുവരെ നമ്മൾ സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് എത്തി. മുസ്ലിം വോട്ടർമാർക്കും മമതയോട് പണ്ടുണ്ടായിരുന്ന മമത ഉണ്ടായില്ല.